ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോയുടെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെ പോലെ എൻ്റെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. അടുക്കള വിശേഷങ്ങളാണ്. ഒത്തിരി ദിവസമായില്ല നമ്മുടെ അടുക്കളയൊക്കെ കണ്ടിട്ട്. ആ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത്. വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നലെ പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞത് എല്ലാവരും ഒത്തിരി പേര് കമൻറ്റിൽ അറിയിച്ചിട്ടുണ്ട്. പ്രാർത്ഥിക്കാനൊക്കെ കേട്ടോ. ഒത്തിരി സന്തോഷം. നമുക്ക് അതൊക്കെ ഉള്ളൂ. എനിക്ക് പറ്റുന്നത് അതൊക്കെ ഉള്ളൂ കേട്ടോ. പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നത്. ഒത്തിരി കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിക്കാമെന്നൊക്കെ കേട്ടോ. സുഖമാവട്ടെ, വേഗം സുഖമാവട്ടെ. ഒരു കുടുംബം അല്ലേ, ആ കുടുംബം നോക്കേണ്ട ചുമതല ഒരു കുടുംബനാഥനാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ കേട്ടോ. എൻ്റെ അണ്ണനെ വേഗം സുഖമാകട്ടെ. ഞാൻ എപ്പോഴും അത് ഓർക്കുന്നത്. ഇന്നലെ സത്യം പറഞ്ഞാൽ ഉറങ്ങിയില്ല. വേഗം സുഖമാകട്ടെ അല്ലേ. നമുക്കതേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ. ദൈവം ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ കേട്ടോ. ഒത്തിരി സന്തോഷം കേട്ടോ. എല്ലാവരും കമൻറ്റിൽ കൂടിയൊക്കെ നമ്മളെ അറിയിക്കുമ്പോഴേട്ടോ ഒത്തിരി സന്തോഷം. അതാണ് ഞാൻ എപ്പോഴും നമ്മൾ മറച്ചു വയ്ക്കാതെ എപ്പോഴും പറയുന്നത് കേട്ടോ. പ്രാർത്ഥന സഹായമൊക്കെ ചോദിക്കുന്നത് ഇത്രയും നല്ലതാണ്. ഒരുപാട് പേരുടെ പ്രാർത്ഥന നമുക്ക് കിട്ടും കേട്ടോ. അതൊക്കെ ഒത്തിരി സന്തോഷമാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞു വിശേഷങ്ങളുമായിട്ടൊക്കെയാണ് ഞാനും വന്നത്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. നമുക്ക് വീഡിയോയും വിശേഷങ്ങളും ഒക്കെ കാണാൻ പോകാം. നമ്മുടെ അടുക്കളയൊക്കെ കണ്ടിട്ട് എത്ര ദിവസമായി? ഞാൻ എന്നും കാണുന്നുണ്ട് എൻ്റെ അടുക്കള കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് എത്ര നാളായി? ഒരാഴ്ചയാണെന്ന് തോന്നല്ലേ. ഒരാഴ്ചയായി നിങ്ങൾ എൻ്റെ കുഞ്ഞ് അടുക്കള കണ്ടിട്ട്. നമ്മൾ രാവിലെ ഉറക്കമൊക്കെ എഴുന്നേറ്റ് നമ്മുടെ കലാപരിപാടികളൊക്കെ ആരംഭിക്കാൻ പോവുക. ഒത്തിരി കഴിഞ്ഞു കേട്ടോ. ചോറൊക്കെ വെന്തു. ഇന്നിപ്പോൾ ആർക്കും പോകണ്ടായിരുന്നു, അതുകൊണ്ട് താമസിച്ചൊക്കെയാണ് ഞങ്ങൾ ചോറൊക്കെ വെച്ചത് കേട്ടോ. നമ്മുടെ അണ്ണ ഇന്നാളി നട്ട ചെടിച്ചേമ്പ് കേട്ടോ. കണ്ടിച്ചോണ്ട് വന്നപ്പോൾ ചോദിക്കിയത് എവിടെ നിന്ന് മറ്റേത് കിളിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഇത്രയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഇത്ര ഇച്ചിരി മതിയല്ലോ തോരന് ഉച്ചക്കലത്തേക്ക്. അത് ദേവിൻ്റെ ഞാൻ കണ്ടിച്ചുകൊണ്ട് വന്ന് കഴുകി വെച്ചു. രാവിലെ ഞങ്ങളെ ഇഷ്ട വിഭവം എന്താണ്? പുട്ടായിരുന്നു കേട്ടോ. പുട്ട ഉണ്ടാക്കി ഇന്നൊരു അക്കിടി പറ്റി. എനിക്കറിയത്തില്ല എന്താണ് സംഭവിച്ചതെന്ന്. വേണ്ട, പുട്ട് ഇനിയും കിടക്കുന്നു ഇതിനകത്ത്. ഒത്തിരി പേരൊക്കെ കഴിച്ചു, ഇനി ഒത്തിരി പേര് കഴിക്കാനുണ്ട്. വെള്ളം ഇല്ലായിരുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പുട്ടുകലത്തിനകത്ത് ഒരു പടക്കാന്നൊരു ശബ്ദം കേട്ടു. ഞാൻ നോക്കട്ടെ നിങ്ങളെ കാണാവോന്ന്. ഇതിലെ കാണുന്നില്ല കേട്ടോ. എന്തോ ഭയങ്കര ഒരു ശബ്ദം. ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒട്ടും വെള്ളമില്ലായിരുന്നു കാലത്തിനകത്ത് കേട്ടോ. എന്നാലും അങ്ങനെ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ ആരെങ്കിലും ഒരു പുട്ടുകുടം എനിക്കൊന്ന് സഹായിക്കണേ. കടം തരണേ. ഞാൻ ആ പുട്ടുണ്ടാക്കിയിട്ടങ്ങ് തരാം. കുഴപ്പമൊന്നും ഊട്ടയൊന്നും കാണുന്നില്ല കേട്ടോ. എത്ര പുട്ടുകുടമാണെന്നറിയാവോ? ഈ പുട്ട് ഇങ്ങനെ അടപ്പേ വെച്ചിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകും കേട്ടോ. അപ്പുറത്തെ പഞ്ചായത്തിലൊക്കെ ഞാൻ കറങ്ങാൻ പോകും. അങ്ങനെയാണ് അക്കടി പറ്റുന്നത്. വെള്ളം കുറയുമ്പോൾ പുട്ടുകുടത്തിന് തീരും. പിന്നെന്തുവാ, ഇന്ന് പച്ചമോരുണ്ട്. അമ്മ രാവിലെ വന്നപ്പം ചിത്തിയുടെ അവിടുന്ന് മോര് കരകി കൊണ്ട് തന്നു. ഇത്രയും പച്ചമോരുണ്ട്. പച്ചമോര് മതി. പിന്നെ മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ. വറ്റക്കറി. അതുകൊണ്ട് എനിക്ക് ഉടായ്പ് പണിയൊക്കെ ഉള്ളിന്ന് കേട്ടോ. ഇന്ന് നമുക്ക് ഈ ചെടിച്ചേമ്പ് തോരൻ വെക്കണം. പച്ചമോരുണ്ട്. പിന്നെ അമ്പലത്തിൽ നിന്ന് കുറച്ച് ഇഞ്ചിക്കറി കൊണ്ടുവന്നായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ചിത്തിയുടെ നമ്മുടെ അമ്മയുടെ അനിയത്തിയുടെ അന്നായിരുന്നു രുക്മിണി സ്വയംവരം കേട്ടോ. ഇച്ചിരി ഇഞ്ചിക്കറിയൊക്കെ അമ്മ കൊടുത്തു വിട്ടായിരുന്നു. ഇഞ്ചിക്കറി, അമ്പലത്തിൽ ഇഞ്ചിക്കറിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ പൊന്നേ, എൻ്റെ സാറേ, അതൊക്കെ കൂട്ടണം കേട്ടോ. കല്യാണത്തിൻ്റെ ഇഞ്ചിക്കറി ഉണ്ട്. പിന്നെ മാങ്ങാച്ചാറുണ്ട്. ഞങ്ങൾ തന്നെ ഉള്ളു കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ചേമ്പാണ് അരി. ഇതെൻ്റെ കൈയൊന്നും മുറിയത്തില്ല കേട്ടോ. നിങ്ങൾ ഒത്തിരി പേരിങ്ങനെ, എനിക്ക് സന്തോഷം അതൊക്കെ കേൾക്കുമ്പോൾ. കൈയൊന്നും മുറിയത്തില്ല കേട്ടോ. ഞാൻ സൂക്ഷിച്ചാണ് ഇങ്ങനെയൊക്കെ അരിഞ്ഞു കാണിച്ചിട്ട് എത്ര ദിവസമായാലും. ഭയങ്കര വെയിൽ. നിങ്ങളുടെ അവിടെയൊക്കെ വെയിലുണ്ടോ?
നാളെ നമ്മുടെ ആ അമ്പലത്തിൽ തന്നെ ഉത്സവമാണ് കേട്ടോ. അപ്പോഴേ കേരളത്തിലെ അപൂർവങ്ങളായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ. പിന്നെ കുന്നത്തൂർ മാനാമ്പുഴ എന്താ മാടൻനട കേട്ടോ. കുന്നത്തൂർ പനന്തോപ്പ് മാടൻനട ക്ഷേത്രം പറ്റാവുന്നവരൊക്കെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കണം കേട്ടോ. ശിവലിംഗമൊക്കെ ഉണ്ട്. അപ്പോഴേ നവഗ്രഹ പൂജകളും ഒക്കെ കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ നടത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രമൊക്കെ മഹാദേവൻ തരട്ടെ. വിളിച്ച വിളി കേൾക്കും നമ്മുടെ മഹാദേവൻ കേട്ടോ. അപ്പോഴേ എനിക്കൊന്ന് ആ ദേശനിവാസികൾക്കൊക്കെ നല്ല ഉയർച്ചയുണ്ട്. അതാണല്ലോ അവർ ഇത്രയും സന്തോഷത്തിലും എല്ലാവരും എന്തൊരു കൂട്ടായ്മയാണെന്നറിയാമോ. നല്ല കൂട്ടായ്മയാണ് കേട്ടോ. ഞാൻ വീഡിയോ ഇട്ടില്ലേ, കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് ആ രാത്രി അത്താഴ സദ്യക്കും പിറ്റേന്നത്തേക്കുള്ള ആഹാരത്തിനായിട്ടൊക്കെ ആ കുഞ്ഞുങ്ങൾക്ക് പോലും ഉറക്കമില്ല എന്നുള്ളതാണ്. നമ്മുടെ അവിടുത്തെ ചിത്തിയുടെ അവിടുത്തെ കൊച്ചുങ്ങളാണെങ്കിലും അവർക്കൊന്നും ഉറക്കമില്ല കേട്ടോ. എന്തൊരു സന്തോഷത്തിലാണെന്ന് അറിയാവോ. ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും എല്ലാം തുള്ളിച്ചാടി നടക്കും. അവർക്ക് ഒരു മേലായികയില്ല കേട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ മേലായികയൊക്കെ അത്രയ്ക്ക് അവര് ആഹ്ലാദത്തിലാണോ. ഇനി നാളത്തെ ആ ഉത്സവം കൂടെ അവര് പൊടിപൂരമാക്കും കേട്ടോ. അത്രയ്ക്ക് നല്ല ഒരു ദേശമാണ്. ഞാൻ നോക്കിയട്ടെ, എല്ലാവരും നല്ല ഒരേ മനസ്സോടെ എന്തൊരു ഐക്യമാണ് കേട്ടോ. കുശുകുശുപ്പൊക്കെ കാണും, പക്ഷെ എന്നാലും നമ്മൾ ചെന്ന് കണ്ടുണ്ടല്ലോ നമുക്കും അവിടെ ഇരുന്ന് പോകും. ഞാൻ പറഞ്ഞിട്ടില്ല ഞാനങ്ങനെ സപ്താഹത്തിനോ അങ്ങനെ നമ്മൾ പറഞ്ഞില്ല ഞാൻ അങ്ങനെ അങ്ങോ സപ്താഹത്തിനോ ഒന്നും ചെന്ന് ഇരിക്കത്തില്ല. പക്ഷെ എന്തോ മഹാദേവൻ എന്നെ അങ്ങ് പിടിച്ചിരുത്തി കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. ആ പൂജയിലും കർമ്മത്തിലും ഒക്കെ നമുക്കും പങ്കെടുക്കാൻ പറ്റിയെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നലെ രാവിലെ നമ്മുടെ അവിടെ ഒരു പാമ്പ് കയറി വന്നു. എനിക്ക് പേടി. അപ്പോഴും ഞാൻ കുളിക്കാനൊക്കെ തുടങ്ങിയത് കേട്ടോ. അപ്പോഴേ പോയിട്ട് ഇനി വരാമെന്നൊക്കെ അമ്പലത്തിൽ പോയിട്ട് ഇനി വരാമെന്നൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിനെ കണ്ടപ്പോൾ നമ്മുടെ ഇവിടെ ഞാൻ ആരോടും പറഞ്ഞിട്ടുള്ള രഹസ്യമാക്കി വെച്ചേക്കെന്ന് വെച്ചാൽ അമ്പലത്തിൽ പൂജയൊക്കെ നടക്കുമല്ലേ, നമ്മളെ എങ്ങാനും വിളിക്കാൻ വന്നയാണോ എന്ന് എനിക്കൊരു സംശയം കേട്ടോ. ചിലർക്കൊക്കെ ഒരു വിശ്വാസമാണ്. അപ്പോഴും ഞാനതുകൊണ്ട് ആരോടും പറഞ്ഞില്ല, അതീവ രഹസ്യമാക്കി വെച്ചു. എന്നിട്ട് ഞാൻ ഒത്തിരി വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ ഇതിനെ കണ്ടപ്പോൾ കേട്ടോ. എന്നെ കണ്ടു, പക്ഷേ അത് എനിക്ക് തോന്നുന്നില്ല അത് ചേരയാണെന്ന് തോന്നുന്നില്ല, പാമ്പായിരുന്നു കേട്ടോ. അപ്പോഴ് എനിക്ക് അന്നേരം പിന്നെ അപ്പോഴുണ്ടല്ലോ ഞാൻ ഇതിനെ കണ്ടപ്പോൾ ഞാൻ ഒത്തിരി വെളുത്തുള്ളി വെള്ളത്തിനകത്ത് കലക്കിതേ നമ്മളിവിടെ ഇറങ്ങുന്ന ഭാഗത്തെല്ലാം കുടഞ്ഞ്. അപ്പോഴും ഞാൻ പിന്നെ അണ്ണനെ വിളിച്ചു പറഞ്ഞു, അണ്ണൻ ഭാഗത്ത് കുളിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു ഓടി വാ, പാമ്പാന്ന് തോന്നുന്നു, ഒരു ചെറുതായിരുന്നു കേട്ടോ. പക്ഷേ ഇനിയിപ്പം നിങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുന്നതെല്ലാം മാളത്തിൽ നിന്ന് വരും കേട്ടോ. ഉറങ്ങിക്കിടക്കുന്നതെല്ലാം മാളത്തിൽ നിന്ന് വരും എന്ന് വെച്ചാൽ അത്രയ്ക്ക് ചൂടാണ്. മാളത്തിൽ നിന്നെല്ലാം പുറത്തിറങ്ങി. അപ്പോഴെന്തായാലും ഞാൻ ഇന്നലെ ആരോടും പറഞ്ഞില്ല ഈ വിവരം, പാമ്പിനെ കണ്ട വിവരം കേട്ടോ. എനിക്കതിനേക്കാളും പേടി തന്നായിരുന്നെങ്കിൽ ഞാൻ രണ്ടും സാധിച്ചേൻ. ആരോടും പറയണ്ട, അത്രയ്ക്ക് പേടി. പിന്നെ നമ്മുടെ അണ്ണനുള്ള ഒരു ധൈര്യത്തിൽ ഞാനങ്ങ് നിന്നത് കേട്ടോ. ഇത്തിരി ഉണ്ട് കേട്ടോ, ഞങ്ങൾക്ക് മാത്രം മതിയല്ലോ. അപ്പോൾ പറഞ്ഞു വന്ന എന്താ നല്ല ഐക്യം കേട്ടോ. അവിടെ എല്ലാവരും ആ ദേശനിവാസികൾ എല്ലാവരും ചെറുപ്പക്കാർ പിള്ളേർക്കൊക്കെ എന്തൊരു ഉത്സാഹവും ചുറുചുറുക്കും, ഒരു മന്ദതയില്ല ആലസ്യമില്ല. അവർ നല്ല അടിപൊളിയായിട്ടാട്ടോ നാളത്തെ ദിവസം അവർ ഗംഭീരമാക്കും ഉത്സവം. ഒരു പ്രാവശ്യം ഞാൻ വെടിക്കെട്ടുണ്ടായിരുന്നു. ഞാനും അനിയത്തിയും കൂടെ ചെന്ന് എനിക്ക് ഇത്ര കത്തിയില്ല, ഇത്രയായിട്ടുള്ള വലിയ കമ്പമാണെന്ന് പടപടാന്നും പറഞ്ഞു. അവസാനം എനിക്ക് നിൽക്കാൻ വയ്യാതെ എൻ്റെ ഇവിടെ കിടന്നങ്ങ് ഇടിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അതിൻ്റെ കീഴത്ത് നിന്ന് കേട്ടാ ഇടിക്കാതിരിക്കുമോ. ഞാൻ അവിടെ പിള്ളേരെയും എൻ്റെ കൊച്ചുങ്ങളെയും കളഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഓടി. അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ള കമ്പമായിരുന്നു. പിന്നെ ഈ ഭയങ്കര ബാൻഡ് മേളം അതൊക്കെ അവിടെ നെഞ്ചിനകത്തും കൊണ്ട് പട്ടപ്പെട്ടാന്നാണ് ഇടിക്കുന്നത്. അതേം പറഞ്ഞു എന്തായാലും എൻ്റെ ചീരയൊക്കെ മറ്റേ ചീര ഞാൻ കണ്ടിച്ചില്ല കേട്ടോ. ഇത് നിപ്പുണ്ടല്ലോ. അപ്പോഴും ഇന്ന് ഉടായിപ്പില്ല നമ്മുടെ കൂട്ടാനൊക്കെ ഇത്രയും ദിവസം ഒരാഴ്ച നമ്മൾ സദ്യ കഴിച്ചു. അപ്പോഴും വയറിനൊക്കെ ഓരോ അയവൊക്കെ വേണ്ടേ പിള്ളേരെ, ഇല്ലോ ഒരു അയവൊക്കെ വേണം. സദ്യ കഴിച്ച് ഞങ്ങളുടെയൊക്കെ ഇവനെ കുത്തി എൻ്റെ ഊപ്പാട് വന്നു കേട്ടോ. എന്തോ കുഴപ്പമുണ്ട് കേട്ടോ. ഞാൻ കുത്തുന്നേന് അതങ്ങ് ഇതായിപ്പോയി. പിന്നെ എപ്പോഴും എനിക്ക് നിങ്ങൾക്ക് ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ ഉണ്ടല്ലോ, വീഡിയോ കാണാനും ഒക്കുന്നില്ല, കമൻറ്റ് ഇടാനും ഒക്കത്തില്ല. നിങ്ങൾക്കൊക്കെ അങ്ങനെ വരുന്നുണ്ട്, എപ്പോഴും പരസ്യം കയറി വരും. എനിക്കൊന്നും ആയില്ല കേട്ടോ. പക്ഷെ പരസ്യമൊക്കെ എപ്പോഴും കയറി വരുന്നത് എന്തുവോ അതൊന്നും എനിക്കറിയാം. കൊച്ചും ചൊക്കി ഇതെന്തോ അമ്മ എപ്പോഴും പരസ്യം കയറി വരുന്നത്. നമ്മുടെ
കൊല നീണ്ട് തീർന്നില്ല കേട്ടോ. ഇവിടെ ആരും ഇല്ലായിരുന്നല്ലോ കഴിക്കാൻ. പിന്നെ അതുകൊണ്ട് രാവിലെ പുട്ടും പഴമൊക്കെ ആയിരുന്നു. ചോറ് വെന്തോ, മീൻകറി, പച്ചമോര്, നാരയോ, മാങ്ങ അച്ചാറ്, പിന്നെന്തോ ഇഞ്ചിക്കറി. ഇതേ ഈ തോരൻ വയ്ക്കാം. പിള്ളേരെന്നെ ഓടിക്കും എന്തുവാന്ന്. എന്തായാലും അവർക്ക് ഒരാഴ്ച നല്ല അവർ പറയേ ഇനിയിപ്പം പട്ടിണി കിടന്നാ മതി, ഞങ്ങൾ അമ്മയുടെ ഉടായ്പ പരിപാടിയല്ലേ. ഇത്രയും കറിയൊക്കെ ഇല്ലേ, നമുക്ക് പച്ചമോരൊക്കെ നല്ലതായി ചൂട് സമയത്ത് കേട്ടോ. അപ്പം ഞാൻ തേങ്ങയൊക്കെ തിരുകിക്കൊണ്ട് വരട്ടെ കേട്ടോ. തിരികൊണ്ട് വരട്ടെ. ഇത്രയും മതിയോ? ശരിയേ ഉള്ളൂ, ഇത് മതി ആയിരിക്കും അല്ലേ. തിരികൊണ്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാം. ഞാൻ ഒരു കാര്യം കാണിക്കട്ടെ. അടുക്കള ഞാൻ ടേബിൾ ഫാനൊക്കെ കൊണ്ട് വെക്കും. പക്ഷേ നമ്മൾ ഗ്യാസ് എടുക്കുമ്പോഴേ നമ്മുടെ ആ ഫാന് നമ്മുടെ തീ അങ്ങൊക്കെ എടുത്തു. അതിന് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച ഈ പിള്ളേർ എന്നെ മനസ്സില്ല കേട്ടോ നമ്മുടെ പാളക്കകത്ത്. ഇപ്പം ഞാനെന്തോ ഒരു സൂത്രം ചെയ്തതേ. നമുക്ക് പണ്ട് ഇങ്ങനെ നമുക്ക് വിശറി ഉണ്ടാക്കത്തില്ല, അപ്പൂപ്പന്മാർ അമ്മൂമ്മമാരൊക്കെ വിശറി ഉണ്ടാക്കുമല്ലോ. അപ്പോഴത്തേ ഞാനും ഇങ്ങനെ ഒരു വിശറി ഉണ്ടാക്കും. മറ്റേ ടേബിൾ ഫാൻ ഇവിടെ കൊണ്ടുവച്ചാൽ ഞാൻ ഇവിടെ നിന്ന് പാചകം ചെയ്യുന്നത്. പക്ഷെ ചില സമയത്ത് അതങ്ങ് അണഞ്ഞു പോകും. അപ്പോൾ ഞാനിങ്ങനെ നമുക്ക് ആവി എടുക്കുമ്പോൾ ഒന്ന് വീശാവല്ലോ എന്ന് വിചാരിച്ച് വിശറിയൊക്കെ പിടിച്ചാൽ ഞാനിവിടെ നിൽക്കുന്നത് കേട്ടോ. നല്ലതാ, പണ്ട് അങ്ങനെ ആയിരുന്നു കേട്ടോ. പാളയെ വെച്ച് സത്യം പറഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞാൻ ഈ അടുക്കളയിൽ കയറാനുണ്ടല്ലോ, എൻ്റെ പാത്രങ്ങളൊക്കെ എവിടെ അതെല്ലാം തപ്പി പറക്കിക്കൊണ്ട് വന്നത് ഞാൻ കേട്ടോ. ഇങ്ങനെ വീശിക്കൊണ്ട് നിന്ന് നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ. മോൻ പറയാം ഞാൻ അമ്മ നൂത്ത് തരാന്ന്. നൂത്ത് പോയ പാള അത്ര ഉണങ്ങിയിരിക്കും, അതങ്ങ് പൊട്ടിക്കീറും. ഞാൻ പറഞ്ഞു വേണ്ട, ഞാനിങ്ങനെ നിന്ന് വീശിക്കോളാം, നീ ഓടണ്ടാന്ന് പറഞ്ഞു. എല്ലാം തപ്പി പറക്കി എടുത്തു കേട്ടോ. എത്ര ദിവസമായി ഈ അടുക്കളയിലൊന്നും ഒരനുഭവം വന്നിട്ട്. നാട്ടുകാരെല്ലാം ചോദിക്കും നിങ്ങളിത് എവിടെ പോയി കിടക്കാം. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അമ്പലത്തിലെ സപ്താഹം നടക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നാൽ മതിയോ, മഹാദേവന് കലിപ്പുണ്ടായാൽ പിന്നെ പറയണ്ടാലോ. അപ്പോഴെന്തായാലും മഹാദേവന് സന്തോഷമായി നമ്മളൊക്കെ ചെന്ന് പൂജയിലും കാര്യത്തിലും ഒക്കെ സംബന്ധിച്ചത് കൊണ്ട് പുള്ളിക്കാരനെ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ എന്തുവാ ഈ മുളകേ നമ്മുടെ മുളക് എടുക്കട്ടെ. പിന്നെ സന്തുഷ്ടനാണ് കേട്ടോ. ഇപ്പോഴാണ് നമ്മുടെ അടുക്കളക്കകത്തൊക്കെ ഒരു അനക്കവും ആവിയും വന്നേ. അത് പിന്നെ നമ്മൾ വീട്ടമ്മമാർ ഇവിടെ ഇല്ലെങ്കിൽ ഒരനക്കവും ഇല്ല, ആവിയില്ല, ശോകമൂവമായിട്ടിരിക്കും. എൻ്റെ കടുവിൻ്റെ പൊട്ടിത്തെറിയൊക്കെ കൊണ്ടിട്ട് എത്ര ദിവസമായെന്നറിയാമോ. ഉടായ്പിലെ കറിയൊക്കെ കേട്ടോ. ഉടായ്പിലെ കറി ഇത്രയില്ലേ, അതൊക്കെ മതി. ഇപ്പം വലിയ കറികൾ ഇല്ലേ. തേങ്ങയും തിരികേണ്ടി വന്നില്ല. ഫ്രിഡ്ജിനകത്ത് തേങ്ങ തിരികെ ഞാൻ തന്നെ കൊണ്ടുവച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് അതും വേണ്ടി വന്നില്ല. നമ്മുടെ സുജാത ചേച്ചിയുടെ കൊച്ചുമോളെയും കൊണ്ട് അരച്ചല്ലോ ചതച്ച് കേട്ടോ. സുജാത ചേച്ചിയൊക്കെ എന്നോട് പിണക്കത്തില്ല, എന്തൂല ചിക്കാന്നൊക്കെയാ പറയുന്നത് സുജാത ചേച്ചിയുടെ കൊച്ചുമോള് കേട്ടോ. വെള്ളമൊന്നും കഴിക്കേണ്ട കാര്യമില്ല, പെട്ടെന്നങ്ങ് വെന്തോളും. ഇല്ലാത്തവരൊക്കെ എവിടെന്നെങ്കിലും ഒരു മൂടൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ഷിബു ഒരു മൂട് തന്നു. നമ്മുടെ അണ്ണനെങ്ങാണ്ട് പണി സൈറ്റിൽ നിന്ന് കൊണ്ട് തന്നു ഒരു മൂട്. നല്ലതാണ് കേട്ടോ, കണ്ടിട്ടില്ലായിരുന്നു, ഇപ്പോഴെങ്ങോ കണ്ടുപിടിച്ചത്. ഏതോ ശാസ്ത്രജ്ഞന്മാരെ കണ്ടുപിടിച്ചാന്ന് തോന്നി. ഉപ്പൊക്കെ എടുത്തിട്ട് എത്ര ദിവസമായി. ഉപ്പൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നു. മിക്കവാറും ഇന്നിങ്ങനെ എന്നെ ഓടിച്ചിട്ടടിക്കും. അമ്മ ഉടായ്പ പണിയായിട്ട് വീണ്ടും ഇറങ്ങിയേക്കുവാ. ഇത്രയും ദിവസമൊക്കെ ഞങ്ങൾ ക്ഷമിച്ചു സഹിച്ചു, ഇനിയിപ്പോൾ അമ്മയുടെ പരിപാടി ഒന്നും നടക്കത്തില്ലെന്നൊക്കെ എന്നോട് പറയും കേട്ടോ വരും. നിങ്ങളും ബോറടിച്ചില്ലേ? എനിക്ക് മനസ്സിലായി, പാചകമൊക്കെ ഒത്തിരി പേർക്കൊക്കെ ഇഷ്ടം. ആരുമില്ലായിരുന്നു എൻ്റെ വീഡിയോ കാണാൻ. എന്നും ചിലർക്കൊന്നും ഈ നമ്മുടെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഇഷ്ടമല്ല. ചില വീട്ടമ്മമാർക്കുണ്ട് നമ്മുടെയൊക്കെ എൻ്റെ കൂട്ടുള്ള കുഞ്ഞി പാചകം കാണാൻ ഇഷ്ടമുള്ളവർ. ഞാനെന്തോ ആക്രി ഊക്രി പാചകമാണല്ലോ ഇവിടെ ചായ. നമുക്ക് ചിക്കനും മട്ടനും ഒന്നും ഇല്ലല്ലോ, എനിക്കത് കഴിക്കാനും മടിയാ. ആരെങ്കിലും ഉണ്ടാക്കി തരുവാണെങ്കിൽ ചിക്കൻ കഴിക്കും കേട്ടോ. അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഞാനൊന്നും കഴിക്കത്തില്ല ഇവിടെ കേട്ടോ.
എനിക്ക് എന്തോ പോലെ ആരെങ്കിലും അമ്മേ ഇതങ്ങ് ഓഫായി പോകും. ഞാൻ കുത്തിയാലും ആ കുത്തു ഓണാവുന്നില്ല, എന്താണെന്നറിയത്തില്ല. എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട. ഇവനെ കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് എന്നെ സമ്മതിക്കണമെങ്കിലും കേട്ടോ. എടാ മര്യാദയ്ക്ക് നിനക്ക് എന്തിൻ്റെ കുഴപ്പം ഇവിടെ? ആഹാരമില്ലേ, വസ്ത്രമില്ലേ, വെള്ളമില്ലേ, പിന്നെ എന്തിൻ്റെ കുഴപ്പം നിനക്ക്? ആ വീഡിയോ പിടിച്ചാണോ നിന്നാൽ പോരെ? കൂടെ കൂടെ എൻ്റെ ഓരോ കുത്തും കൊണ്ടാ പോരായോ? ഞാൻ അടച്ച് വയ്ക്കട്ടെ, ഒന്ന് വേവണമല്ലോ. അരപ്പൊക്കെ ഇട്ട് ഉപ്പൊക്കെ പിന്നെ നോക്കാം, നമുക്കിട്ട് അടച്ച് വയ്ക്കാം. വേവട്ടെ കേട്ടോ, പച്ചമോരെടുക്കട്ടെ. ചിത്തി വെള്ളമൊന്നും ഒഴിക്കത്തില്ല കേട്ടോ, നല്ല മോര. എന്നാലും ഞാൻ നിങ്ങളെ കാണിച്ചില്ല, ഒന്ന് സൂപ്പർ സൂപ്പർ മോര. കട്ട മോര കേട്ടോ, വെള്ളം ഒഴിക്കാത്ത നല്ല അടിപൊളി മോര. ചിത്തിക്കങ്ങ് ഭയങ്കര ഇഷ്ടമാണ് പശുവിനെ. ഞങ്ങൾ പറയും വയസ്സായില്ലേ, എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ പോരെ. എന്നാലും ആളൊക്കെ ഉണ്ട്, പോച്ചയൊക്കെ പറിച്ചു കൊടുക്കാൻ ആളൊക്കെ ഉണ്ട്. എന്നാലും ഭയങ്കര ഇഷ്ടം. നമ്മുടെ അമ്മ ഇതേപോലായിരുന്നു, നമ്മുടെ അമ്മ ഇതുപോലായിരുന്നു പശു. ഞാനും പോച്ച പറിക്കാനൊക്കെ പോയിട്ടുണ്ടേ. പശുവിനെ തുറന്നതാണ് ഞാൻ കേട്ടോ. പശുവിനെയൊക്കെ വളർത്തുന്നവർക്കേ അതൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് കേട്ടോ, നമ്മളീ പറയുന്ന പ്രായമായവർക്ക്. ഇവിടെ പിന്നെ ചിത്തിയുടെ അവിടെ നോക്കാനൊക്കെ ആളുണ്ട്. ചിത്തി ഒന്ന് നിന്നാൽ മതി കൂടെ കേട്ടോ. കുറച്ച് മതി കേട്ടോ, ഉച്ചക്കലത്തേക്ക് മതി. ബാക്കി ഫ്രിഡ്ജിലെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ. ഇവിടെ അണ്ണന് ഇച്ചിരി മോരും വെള്ളം കൊടുക്കണം. പിന്നെ ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ തല്ലി പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. ഇച്ചിരി വെള്ളം ചേർക്കണം കേട്ടോ, വെള്ളം ചേർക്കാത്ത മോര ഇത്. കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. അപ്പം ഇനിയെല്ലാം ചതച്ച് വാരി ഇട്ടാൽ മതിയല്ലോ എനിക്ക്. അങ്ങനെ അതുമായി, മീൻകറിയുണ്ട്, അതൊക്കെ മതി. ഉടായ്പ നമ്മുടെ ഉടായ്പിലാവുന്നു. ഇത്രയൊക്കെ പോരെ കറി, ഇത്രയൊക്കെ മതി. ചൂന്നങ്ങ് വെന്തോളും. ഉപ്പുണ്ട് കേട്ടോ. പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളിയൊക്കെ നമ്മുടെ മോരിനകത്ത് ചതച്ചിട്ടിട്ട് വരാം. ഞങ്ങൾ കഴിച്ചാൽ മതിയല്ലോ ഇല്ലേ. വലിയ മുളക്, നമ്മുടെ മുളകായത് കേട്ടോ. പക്ഷെ കാന്താരി അല്ല, അതിനേക്കാട്ടിലും ഇത്തിരി വലിയ മുളക്. ഒത്തിരി എരി വേണ്ട ഇവർക്ക്, കൊച്ചുങ്ങൾക്കേ. ചക്കയൊക്കെ വീഴാനാണോ എന്തുവാണോ, അതോ ചക്കയൊക്കെ വന്നത് പോകാനാണോ? കാറ്റുണ്ട് കേട്ടോ. നമ്മുടെ ഉത്സവത്തിൻ്റെ ഇതൊക്കെ ഇട്ട് കേട്ടോ. ഉത്സവത്തിൻ്റെ അനൗൺസ്മെൻറ്റും പാട്ടൊക്കെ ഉണ്ടല്ലോ, തലേന്നേ പാട്ടൊക്കെ ഇടത്തില്ലേ, അതൊക്കെ തുടങ്ങി. ഇന്നിവിടങ്ങളിൽ ഒരുപാടെടുത്ത് ഉത്സവം. ഇന്നലെ ഉണ്ടായിരുന്നു അണ്ടൊക്കെയോ ഉത്സവം. ഇവിടെ ചുറ്റിനും അമ്പലമുണ്ട് നമുക്ക്. പക്ഷെ എന്താ ചെയ്യാൻ, എളുപ്പമൊന്നും ഓടിപ്പാൻ ഒക്കത്തതുമില്ല. എല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചിത്തി ഇതിനകത്ത് കറിവേപ്പില ഇട്ടതാണ്, അതുകൊണ്ട് ഇനി ഞാൻ കറിവേപ്പില ഇടുന്നില്ല. നമ്മുടെ പച്ചമോരും റെഡിയായി. നമ്മുടെ ചീരച്ചേമ്പും തോരനും റെഡിയായി. എൻ്റെ പാള ഇവിടെ ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കട്ടെ. അവിടെ പാത്ത് വെച്ച് ഞാൻ നമ്മുടെ പാള. അങ്ങനെ നമ്മുടെ അടുക്കള ഭരണം എല്ലാം റെഡിയായി. അടുക്കളയിലെ ഭരണം അല്ലേ, അമ്മായിയമ്മ ഭരണമുണ്ട്, മരുമോള് ഭരണമുണ്ട്. നമ്മളെ ആരും ഭരിക്കാനും വരുന്നില്ല, നമ്മളൊട്ട് ഭരിക്കാനും പോകുന്നില്ലല്ലേ. നമ്മളൊക്കെ ഇങ്ങനെ
കഴിഞ്ഞ് പോകുന്നവരൊക്കെ അത് ആരെയും ഭരിക്കാൻ പോകത്തില്ലല്ലേ. ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് പോക്കുന്നവരാണ് കേട്ടോ. ഇല്ലേ, കുറച്ച് പാത്രം ഉണ്ട്, അതൊക്കെ കഴുകി വെച്ചാൽ മതി. നിങ്ങൾക്ക് വേണോ ഈ കുഞ്ഞാമ്പഴമൊക്കെ തിന്ന്? എനിക്ക് ഷൂ കൂടുതലാണെന്ന് തോന്നുന്നു പിള്ളേരെ. എന്തെങ്കിലും കഴിക്കുമ്പോഴേ ഭയങ്കര തളർച്ചയും കുഴപ്പമൊക്കെ. എനിക്കറിയത്തില്ല. ഇന്ന് ഞാൻ നമ്മുടെ അണ്ണനോട് പറഞ്ഞു നമുക്ക് ലാബിൽ പോയിട്ട് വരാം. അന്നേരം പറയാം നീ കാത്തു സൂക്ഷിച്ചേക്ക് ബ്ലഡ് നീ അവർക്ക് കൊണ്ട് കൊടുക്കണ്ട വെച്ചോന്ന്. ഇങ്ങനെ ഐസ്ക്രീം കിട്ടുവാണെങ്കിൽ അത് കഴിക്കും, ഇങ്ങനെ കുഞ്ഞാമ്പഴം കിട്ടുവാണെങ്കിൽ അത് കഴിക്കും. പിന്നെ എങ്ങനെയാ ഷൂ കൂടാതിരിക്കുന്നത്? വലിയ പത്തിയൊന്നും നോക്കാതിരിക്കുന്നത് നല്ലതല്ലേ. ഇത്തിരി നേരം അപ്പുറത്ത് പോയി വെറുതെ ഒന്നിരുന്നിട്ട് വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഊണൊക്കെ നമ്മുടെ തട്ടിക്കൂട്ട് ഊണൊക്കെ കഴിച്ചിട്ട് പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നു. വിളക്കൊക്കെ കത്തിച്ചു, തൊഴുത് പ്രാർത്ഥിച്ചു. അപ്പോഴിവിടെ കൺവെൻഷൻ നടക്കുന്നു. നാളെ നമ്മുടെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ അതൊരറ്റത്ത് നടക്കുന്നു, നമ്മുടെ അപ്പുറത്ത് പ്രാർത്ഥന നടക്കുന്നു. അപ്പോഴെല്ലാവർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കട്ടെ അല്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളായിരുന്നു. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം.